ഹായ് ഓൾ, വെൽക്കം ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. എൻ്റെ വീഡിയോസ് എല്ലാം ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആണ്. Because I strongly believe it's better to cement one idea at a time than talk about too many things. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല, അല്ല മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷന് വേണ്ടി അല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ ജോബ് സെർച്ച് എക്സ്പീരിയൻസും ഇൻസൈറ്റ്സും ലേണിംഗ്സും ഒക്കെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകും എന്നുള്ള കോൺഫിഡൻസിലാണ് ഇനീഷ്യേറ്റീവ്. എല്ലാവരുടെയും ജോബ് സെർച്ച് ജേർണീസ് ഡിഫറെൻ്റ് ആണെന്ന് എനിക്കറിയാം. സോ ടേക്ക് വാട്ട് ഹെൽപ്സ് യു ആൻഡ് ഇഗ്നോർ വാട്ട് ഡസൻറ്റ് ആൻഡ് ഓൾവേസ് ഫോളോ വാട്ട് സൂട്ട്സ് യുവർ പാത്ത്. ഒട്ടും പ്ലാൻഡ് ആയിട്ടും പ്രിപ്പയർഡ് ആയിട്ടും ചെയ്യുന്ന വീഡിയോസ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐ എം ഓൾവേസ് ഹാപ്പി ടു ഹെൽപ്പ് വെൻ ഐ ഹാവ് എ മൊമെൻറ്റ്. സോ മൈ ഇമെയിൽ ഐ ഡി ഈസ് write2rich.nz@gmail.com. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഹൗ ടു ആൻസർ സ്റ്റാർ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള ഒരു ഇനീഷ്യൽ എക്സാമ്പിൾ ഞാൻ തരാം. സോ ഇതിന് ഞാൻ ആൻസർ ചെയ്യാൻ ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് സംതിങ് വെരി ടെക്നിക്കൽ. ചിലപ്പോൾ ഞാൻ ടെക്നിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങോ ക്വാളിറ്റി അഷുറൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. സോ ഞാൻ സ്റ്റാർ മെത്തേഡ് ഇത്തവണ ആൻസർ ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് ലൈക്ക് ഫോർ എ ഡെസിഗ്നേഷൻ ഹു ഇസ് എൻ ഓപ്പറേഷൻ അനലിസ്റ്റ്. അപ്പം ഒരു ഓപ്പറേഷൻ അനലിസ്റ്റിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ടെൽ മീ അബൌട്ട് എ ടൈം യു ഇംപ്രൂവ്ഡ് എ പ്രോസസ് ഓർ സോൾവ്ഡ് ആൻ ഓപ്പറേഷണൽ ഇഷ്യൂ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനെ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഇതിന് ആൻസറായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ്, എൻ്റെ പ്രീവിയസ് റോൾ while I was an operation analyst, there was a situation where our team was struggling with delays in generating daily operational reports. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സിറ്റുവേഷൻ പറയുവാണ്. നമുക്ക് ദർ വാസ് എ സിറ്റുവേഷൻ, നമ്മുടെ ടീമിന് ഇറ്റ് വാസ് ടേക്കിംഗ് ഡിലേസ് ടു ജനറേറ്റ് ഓപ്പറേഷണൽ റിപ്പോർട്ട്സ്. പ്രോസസ്സ് ഭയങ്കര മാനുവൽ ആയിരുന്നു. നമ്മൾ ആ സിറ്റുവേഷൻ ബിൽഡപ്പ് ചെയ്യാണ്. ഡാറ്റ ഹാഡ് ടു ബി കളക്റ്റഡ് ഫ്രം മൾട്ടിപ്പിൾ സിസ്റ്റംസ്, വാലിഡേറ്റഡ് മാനുവലി ആൻഡ് ദെൻ ഷെയർഡ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബിഫോർ എ സർട്ടൻ ഡെഡ് ലൈൻ. ബിക്കോസ് ഓഫ് ദിസ് റിപ്പോർട്ട്സ് വെർ സം ടൈംസ് ഡിലേഡ്, മാനുവൽ എറേഴ്സ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. ആൻഡ് ദ ടീം വാസ് സ്പെൻഡിങ് ടു മച്ച് ടൈം ഓൺ റെപ്പിറ്റേറ്റീവ് ടാസ്ക്. അപ്പം നമ്മൾ ഓൾറെഡി സിറ്റുവേഷൻ പറഞ്ഞു. സിറ്റുവേഷൻ എന്താണ്? ടീമിന് ഓപ്പറേഷണൽ റിപ്പോർട്ട്സ് എടുക്കാനായിട്ട് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര മാനുവൽ പ്രോസസ്സ് ആയതുകൊണ്ട് മിക്കവാറും സമയങ്ങളിൽ റിപ്പോർട്ട്സ് ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പോൾ നമ്മൾ സിറ്റുവേഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ടാസ്കിലോട്ട് പോകാം. മൈ റെസ്പോൺസിബിലിറ്റി വാസ് ടു ഐഡൻറ്റിഫൈ വെയർ ദ ബോട്ടിൽ നെക്സ് വെയർ ആൻഡ് ഹെൽപ്പ് ഇംപ്രൂവ് ദ പ്രോസസ് എഫിഷ്യൻസി. അപ്പം എൻ്റെ ജോലി എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് പ്രശ്നമെന്ന് ഫൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യാനായിരുന്നു. അപ്പം ഇനി നമുക്ക് ആക്ഷനിലോട്ട് പോകാം. സിറ്റുവേഷനും പറഞ്ഞു, നമ്മുടെ ടാസ്കും പറഞ്ഞു, ആക്ഷൻ. സോ ആദ്യം ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഐ അനലൈസ് ദ വർക്ക് ഫ്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആൻഡ് ഒബ്സർവ് വെയർ മോസ്റ്റ് ഓഫ് ദ ഡിലേസ് വെർ ഹാപ്പനിങ്. ഞാൻ ആദ്യം ഇങ്ങനെ അനലൈസ് ചെയ്യാൻ തുടങ്ങി. വർക്ക് ഫ്ലോയിൽ എന്താണ് കുഴപ്പമെന്ന് ഞാൻ പതുക്കെ മനസ്സിലാക്കി. അപ്പം നമ്മൾ ആക്ഷൻ ചെയ്യണം കേട്ടോ. ഞാൻ അങ്ങനെ മനസ്സിലാക്കി. ഐ നോട്ടീസ് ദാറ്റ് എ ലോട്ട് ഓഫ് ടൈം വാസ് ബീങ് സ്പെൻഡ് ഓൺ റെപ്പിറ്റേറ്റീവ് ഡാറ്റ വാലിഡേഷൻ, മാനുവൽ കോപ്പി പേസ്റ്റിംഗ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ഇൻഫർമേഷൻ ഫ്രം ഡിഫറെൻറ്റ് ടീംസ്. അപ്പം ഞാൻ മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ ടൈം പോകുന്നത് മാനുവൽ കോപ്പി പേസ്റ്റിങ്ങിനും പല ടീമുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴും പിന്നെ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ വാലിഡേഷൻ ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നിങ്ങളിതിൻ്റെ ഞാനിതിൻ്റെ ഒരു ടെംപ്ലേറ്റ് എങ്ങനെ ആൻസർ ചെയ്യുമെന്നാണ് പറയുന്നത്. യു ഷുഡൻ ബി റിയലി വറീഡ് അബൌട്ട് ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഐ എം ജസ്റ്റ് ഗിവിംഗ് യു എൻ എക്സാമ്പിൾ ഓഫ് ഹൗ ദിസ് നീഡ്സ് ടു ബി ആൻസർഡ് ബേസ്ഡ് ഓൺ എ ക്വസ്റ്റ്യൻ. അപ്പം നമുക്കിനി ബാക്ക് ടു അവർ ആക്ഷനിലേക്ക് വരാം. സിറ്റുവേഷൻ പറഞ്ഞു, ടാസ്ക് പറഞ്ഞു, ആക്ഷൻ. ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റിപ്പോർട്ടിംഗ് ടെംപ്ലേറ്റിനെ ആദ്യം സ്റ്റാൻഡർഡൈസ് ചെയ്തു. എന്നിട്ട് ബിക്കോസ് പല ടീമുകൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും വെയിറ്റ് ചെയ്യുമായിരുന്നല്ലോ, ഞാൻ പല ടീമുകളുടെ അടുത്ത് കോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ടൈം ഫ്രെയിംസ് ഒക്കെ അലൈൻ ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു. എന്നിട്ട് ഐ ക്രിയേറ്റഡ് എ മോർ സ്ട്രക്ചേർഡ് റിപ്പോർട്ടിംഗ് ഫ്ലോ. ഞാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഹയറാർക്കി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഓരോരുത്തരുടെ അടുത്ത് ഇന്ന ആൾക്കാരുടെ റിപ്പോർട്ട് ചെയ്യണം, ഇന്ന ടൈം ഫ്രെയിംസിനുള്ളിൽ തീർക്കണമെന്ന് അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ആക്ഷൻ ചെയ്തു. എന്നിട്ട് ഐ ഓൾസോ ഡോക്യുമെന്റഡ് ദ പ്രോസസ് വെരി ക്ലിയർലി സോ ദാറ്റ് എവറി അതർ ടീം മെമ്പർ കുഡ് ഫോളോ ദ സെയിം അപ്രോച്ച് കൺസിസ്റ്റന്റ്ലി. അപ്പോൾ സിറ്റുവേഷൻ പറഞ്ഞു, ടാസ്ക് പറഞ്ഞു, ആക്ഷൻ പറഞ്ഞു. ഇനി ഇതുകൊണ്ടുള്ള റിസൾട്ട് എന്താ എനിക്ക് കിട്ടിയത്? റിപ്പോർട്ടിംഗ് ടേൺ അറൗണ്ട് ടൈം ഇംപ്രൂവ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ഈ ചേഞ്ച് കാരണം
റിപ്പോർട്ടിംഗ് ഭയങ്കര ഫാസ്റ്റായി, കാരണം ടീംസ് ഒക്കെ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. മാനുവൽ എറേഴ്സ് ഒക്കെ ഒരുപാട് റെഡ്യൂസ്ഡ് ആയി. ആൻഡ് ദ ടീം വാസ് ഏബിൾ ടു ഡെലിവർ റിപ്പോർട്ട്സ് മോർ കൺസിസ്റ്റൻ്റ്ലി വിത്തിൻ ഡെഡ് ലൈൻസ്. സോ ഈ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ സ്മോൾ പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്സ് ക്യാൻ ക്രിയേറ്റ് എ ബിഗ് ഓപ്പറേഷണൽ ഇമ്പാക്ട് ഓവർ ടൈം. അതാണ് എൻ്റെ പഞ്ച് ലൈൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സിറ്റുവേഷൻ വന്നു, അതിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് കഴിഞ്ഞ് ഞാൻ കുറേ ആക്ഷൻസ് മേക്ക് ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സോ ദിസ് ഈസ് ദ വേ ദാറ്റ് യു ഷുഡ് ബി ആൻസറിങ് സ്റ്റാർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള സ്റ്റാർ ബേസ്ഡ് ആയിട്ടുള്ള എൻ്റെ ഫ്രാഗ്മെൻറ്റ്സിലെല്ലാം ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട്, ഏതെങ്കിലും ഒരു ജനറൽ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ജനറിക് ആയിട്ട് ഞാൻ അതിനെ ആൻസർ ചെയ്യും. ലൈക്ക് പല പല ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ഫോം ചെയ്ത് അതിനെ ഞാൻ മെൻ്റലി ആൻസർ ചെയ്തിട്ടായിരിക്കും ഇനിയുള്ള ഫ്രാഗ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഇറ്റ്. Hope you understood about how STAR method works and how you need to answer them. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ ശരിക്കും വിചാരിക്കുന്നു. Thank you. Hope this helps. Small steps, big wins.